ഇപ്പൊ ഇവൾക്ക് ഇപ്പൊ എന്റെ മോളാണെങ്കിൽ ബീഫും ചിക്കനും ഒക്കെ റോസ്റ്റ് ചെയ്ത് കൊടുക്കും. കൂടെ കുറച്ച് നാൾ ഇരിക്കാൻ വേണ്ടിയിട്ട് പിക്കിള് ഒരു 5 കിലോ 10 കിലോ പറഞ്ഞ ഞാനാണ് ഇൻസ്പിറേഷൻ. അപ്പൊ നമ്മൾക്ക് ഇപ്പൊ സൽവാസ് ഉണ്ട്, സാരീസ് ഉണ്ട്, കുർത്തീസ് ഉണ്ട്, റെഡിമെയ്ഡ്സ് എല്ലാം വെക്കുന്നുണ്ട്. ഷോപ്പ് വരുന്നത് വീടിന്റെ കോമ്പൗണ്ടിന്റെ ഉള്ളിൽ തന്നെയാണ്. ഒരു ഹോംലി ഫീലാണ്. ആളുടെ ഓൾറെഡി ഉള്ള കഴിവാണ്. നിങ്ങൾ ഓർഡർ ചെയ്യണ്ട, ഞാൻ കൊടുത്തു വിടാം. ഞാനൊരു 100-100ലധികം വെറൈറ്റി പിക്കിൾ ഉണ്ടാവും. നോൺ വെജ്, വെജ് ആൻഡ് നോൺ വെജ് മിക്സ് ആൻഡ് മാച്ച്. അപ്പൊ എന്നോടൊരു 100 കിലോ പിക്കിൾ ഉണ്ടെങ്കിൽ ഞാൻ ഓക്കെയാണ്, എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. ഓൾ കേരള കൊറിയർ ചെയ്യുന്നുണ്ട്, പുറത്തേക്ക് ബോംബെ, പഞ്ചാബ്, ഗുജറാത്ത്. ഷോപ്പിൽ വരുന്ന കൂടുതൽ ആൾക്കാർ ഫോണും കൊണ്ടുവരും. പുറത്തിരിക്കണ മക്കൾക്ക് കാണിച്ചു കൊടുത്തിട്ട് ഷോപ്പ് ചെയ്ത് പോണ ഒരു അമ്മേന്റെ ഒരു ഇത് കുറച്ച് എനിക്കും കിട്ടിയിട്ടുണ്ടെന്നാ തോന്നണം. ബിക്കോസ് എനിക്ക് ഇഷ്ടമില്ല വെറുതെ ഇരിക്കാനായിട്ട്. അവർക്ക് കുക്കിങ്ങിനോട് താല്പര്യമില്ല. അല്ല, എനിക്ക് നോർമൽ അമ്മേന്റെ പോലെ ഒന്നും ചെയ്യാൻ പറ്റില്ല. നോർമൽ കലാകാരിയുടെ ഒരു പാട്ട് കൂടി കേട്ടിട്ട് അത് നേരത്തെ പറയണായിരുന്നു. നമസ്കാരം, വെൽക്കം ടു ജാങ്കോ സ്പേസ്. ഇറ്റ്സ് മീ ശ്രീനാഥ് കെ ജനാർദ്ദനൻ. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ 2 അതിഥികളാണ് നമ്മുടെ മുമ്പിലിരിക്കുന്നത്. നമുക്ക് ഈ അതിഥികളുടെ പ്രത്യേകതകൾ പറയുകയാണെങ്കിൽ, നമ്മൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മളിപ്പോൾ കുറച്ച് നാളുകളായിട്ട് ഒരുപാട് ആളുകൾക്ക് ഉപകാരപ്രദമാവുന്ന രീതിയിലുള്ള കുറേ ഇൻ്റർവ്യൂസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ ചുമ്മാ ഇരിക്കുന്ന അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകൾക്കെല്ലാം മോട്ടിവേഷൻ ആവാൻ വേണ്ടി 2 പേരോടെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ EM ഡിസൈൻസ് എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ ഭയങ്കര പ്രശസ്തിയുള്ള ഒരുപാട് നല്ല സർവീസ് ചെയ്യുന്നൊരു ബൊട്ടീക്ക് ഉണ്ട്. അതിൻ്റെ അമരക്കാരാണ് 2 പേരും. എന്തായാലും നമസ്കാരം, വെൽക്കം ടു അവർ ഷോ. മീന മാം, ലിയ, എന്തായാലും സന്തോഷം ഇങ്ങനൊരു ഷോയിൽ കാണാൻ പറ്റിയതിൽ. മാമിനോട് ചോദിക്കട്ടെ, നല്ല അച്ചാറൊക്കെ ഇതെങ്ങനെ അച്ചാറുണ്ടാക്കാൻ പഠിപ്പിച്ചത്? അച്ചാറുണ്ടാക്കാൻ ഓൾറെഡി ഉള്ള കഴിവാണ്. അതായത് ഞങ്ങൾക്ക് അവിടെ ഇഷ്ടംപോലെ പറമ്പുകളുണ്ട്. അപ്പോ അവിടുന്ന് ചക്ക, മാങ്ങ, അത് ഇത് ഒക്കെ വീട്ടിലേക്ക് കൊണ്ടുവരും. അപ്പോൾ നമ്മളത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും എല്ലാവർക്കും. നമ്മളുടെ വീട്ടിലുള്ള ഫ്രണ്ട്സിന്, റിലേറ്റീവ്സിനൊക്കെ കൊടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ കൊടുക്കുമ്പോൾ അവർക്കത് എല്ലാ വീടുകളിലും ഉള്ള സാധനങ്ങളൊക്കെ തന്നെയാണല്ലോ ഇത്. അപ്പം ഞാൻ വിചാരിച്ചു ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി വേറൊരു രീതിയിൽ കൊടുത്തു നോക്കാം. അപ്പോൾ ഇവള് +2 കഴിഞ്ഞിട്ട് സ്റ്റെല്ല മാരിസിലാണ് ഗ്രാജുവേഷൻ ചെയ്തത്. ഇവൾക്ക് പോകുമ്പോൾ ഞാൻ കുറേ പിക്കിള്, അതായത് വേറെ ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല, കുറച്ച് ബീഫും ചിക്കനും ഒക്കെ റോസ്റ്റ് ചെയ്ത് കൊടുക്കും. കൂടെ കുറച്ച് നാൾ ഇരിക്കാൻ വേണ്ടിയിട്ട് പിക്കിള് ഒരു 5 കിലോ 10 കിലോ പറഞ്ഞ ഞാനാണ് ഇൻസ്പിറേഷൻ. 10 കിലോ ഒക്കെ ഇട്ടിട്ട് കൊടുക്കും. പോയി ഒരു 3 days വരെ നിൽക്കുമായിരിക്കും. കഴിയുമ്പോ പറയും അമ്മ കഴിഞ്ഞു, തീർന്നു. അതായത് ഫ്രണ്ട്സ് കോളേജിൽ എല്ലാരും ഒരുമിച്ച് ഷെയർ ചെയ്ത് കഴിക്കും. അപ്പൊ എനിക്ക് ഇൻട്രസ്റ്റ് ആയി ഉണ്ടാക്കി കൊടുക്കാനായിട്ട്. അപ്പൊ ഓരോ പ്രാവശ്യം വരുമ്പോഴും പോകുമ്പോഴും ഒക്കെ അതായത് കുട്ടികൾ ചോദിച്ചു നിൽക്കും, ലിയ വന്നില്ലെങ്കിലും പിക്കിൾ എത്തിക്കോളും. അപ്പൊ അങ്ങനെ എല്ലാ വെറൈറ്റി പിക്കിളും ഉണ്ടാക്കി കൊടുത്തു വിടും. നല്ല അഭിപ്രായമാണ്. പിന്നെ കുട്ടികൾക്ക് നമുക്കറിയാലോ, ഹോസ്റ്റലേഴ്സ് അല്ല, അപ്പൊ അവർക്ക് വീട്ടിലുണ്ടാക്കുന്ന ഒരു ഫുഡ് കിട്ടാന്ന് വെച്ചാൽ അതൊരു നല്ല കാര്യമാണ്, ഇഷ്ടമാണ്. എന്താ ഏറ്റവും സ്പെഷ്യലൈസ് ചെയ്തേക്കുന്ന അച്ചാറ്? അമ്മേന്റെ എനിക്ക് തോന്നുന്ന ഏറ്റവും ബെസ്റ്റ് അമ്മേന്റെ നോൺ വെജ് പിക്കിൾസ് തന്നെയാണ്. നോൺ വെജ് എല്ലാവർക്കും പൊതുവെ ഇഷ്ടം നോൺ വെജ് പിക്കിൾസ്. അതെ, അതാണ്. അല്ലാതെ പിക്കിളിന് വ്യത്യാസമൊന്നുമില്ല. നോൺ വെജ്, വെജ് ആൻഡ് നോൺ വെജ് മിക്സ് ആൻഡ് മാച്ച്. അങ്ങനെ എനിക്ക് തോന്നുന്ന ഒരു 100-100ലധികം വെറൈറ്റി പിക്കിൾ ഉണ്ടാകും. പക്ഷേ ഞാൻ ഒരിക്കലും കടകളിൽ സമ്മതിച്ചിട്ടില്ല. പുറത്തേക്ക് മീൻസ് വീട്ടിലിരുന്ന് ഉണ്ടാക്കാൻ കൊടുക്ക, അത്രേ ഉള്ളു. വേറെ അങ്ങനെയല്ല, ടെസ്റ്റർ ഉണ്ട്. പക്ഷെ കൂടെ എന്റെ സെർവൻസ്, എന്റെ കൂടെ നിൽക്കുന്ന പേരുണ്ട്. ഇങ്ങനെയല്ല അമ്മ ടെസ്റ്റ് ചെയ്യാം. അമ്മ സാമ്പിൾ ഉണ്ടാക്കിയിട്ട് എല്ലാ വീട്ടിലത്തെ ചുറ്റുവട്ടമുള്ള എല്ലാ റിലേറ്റീവ്സിന്റെ അവിടെ, പിന്നെ എന്റെ കൂടെ നിൽക്കുന്ന 2-3 പേരുണ്ട് സെർവൻസിന്റെ. അവർക്ക് എല്ലാവർക്കും കൊടുത്തയച്ചിട്ട്
ഞാൻ അഭിപ്രായം ചോദിക്കും. അടിപൊളി. നമ്മളൊരു ബൊട്ടീക്കിന്റെ കാര്യത്തിലേക്ക് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചാല്, ഇപ്പൊ നിങ്ങളിപ്പോ ഇത്രയും പേരുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ ക്യാരക്ടർ ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് തരുന്ന അഭിപ്രായം ആവില്ല വേറൊരാൾക്ക് കൊടുക്കുമ്പോ. തീർച്ചയായിട്ടും. അപ്പൊ ഒരു കുറച്ച് കൂടുതൽ പേരുടെ അഭിപ്രായം എടുത്തിട്ട് അതൊന്ന് കോർഡിനേറ്റ് ചെയ്തിട്ട് ഞാനത് കറക്റ്റ് ചെയ്യും. നല്ല അടിപൊളിയായിട്ട് പഠിച്ചിട്ടുണ്ട്. അങ്ങനെയാണ്. നമുക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം പറഞ്ഞാൽ നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ചെയ്യാനായി. തീർച്ചയായിട്ടും. എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്. അപ്പൊ എന്നോടൊരു 100 കിലോ പിക്കിൾ ഉണ്ടെങ്കിൽ ഞാൻ ഓക്കെയാണ്, എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. അതേസമയം എന്നോടൊരു കേക്ക് ഉണ്ടാക്കാൻ പറയാണ് അല്ലെങ്കിൽ ഒരു പുഡിങ് ഉണ്ടാക്കാൻ പറയാണ്, ചെറിയ കാര്യമാണ്, പക്ഷെ എനിക്ക് താല്പര്യമില്ല, അത് ഞാൻ ചെയ്യില്ല. അതിൽ തന്നെ സെക്ഷൻ ചെയ്ത് വെച്ചേക്കാണ്. ഞാൻ കുക്കിംഗ് ഒക്കെ ചെയ്യും നന്നായിട്ട്, ഫുഡൊക്കെ ഉണ്ടാക്കി. നേരത്തെ അറിഞ്ഞില്ല, കുറച്ച് കാര്യങ്ങൾ പറയാറുണ്ട്. നമ്മള് ഇങ്ങനെയാണോ, കൊറിയർ സർവീസ് ഉണ്ട്, ഓൾ കേരള കൊറിയർ ചെയ്യുന്നുണ്ട്, പുറത്തേക്ക് ബോംബെ, പഞ്ചാബ്, ഗുജറാത്ത്, എല്ലായിടത്തേക്കും. പിക്കിൾസിന്റെ പേര് മീനാസ് പിക്കിൾസ്. മീനാസ് പിക്കിൾസ്. എല്ലാം ഗൂഗിളിൽ കിട്ടൂല. മീനാസ് സെഡ് വരും. മീനാസ് സെഡ് ആണ് വരുന്നത്. നമുക്ക് ഇൻസ്റ്റാ പേജ് ഒക്കെ ഉണ്ടല്ലേ? ഇൻസ്റ്റാ പേജ് വേഗം പോയി തപ്പിക്കോ. ഇപ്പൊ തന്നെ ഓർഡർ ചെയ്തു. അപ്പൊ എന്തായാലും നമ്മുടെ EM ഡിസൈൻസിന്റെ വിശേഷങ്ങൾ പറയും. EM ഡിസൈൻസ് ആക്ച്വലി കോവിഡ് ടൈമിലാണ് സ്റ്റാർട്ട് ചെയ്തത്. ഓൺലൈനായിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. കൂടുതലും പ്രീമിയം സാരീസ് ആണ് ചെയ്തിരുന്നത്. പ്രീമിയം എന്ന് പറഞ്ഞാലും ബഡ്ജറ്റ് സാരീസും ഉണ്ടായിരുന്നു. സാരീസാണ് മെയിനായിട്ട് ചെയ്തത്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ നമ്മൾ രണ്ടുപേരും കൂടിയിട്ട് ജോയിൻ ചെയ്തിട്ട് ഷോപ്പായിട്ട് സ്റ്റാർട്ട് ചെയ്തു. ഒരു 2 years ആവുന്നേ ഉള്ള ഷോപ്പായിട്ട്. അപ്പം നമ്മൾക്ക് ഇപ്പോൾ സൽവാസ് ഉണ്ട്, സാരീസ് ഉണ്ട്, കുർത്തീസ് ഉണ്ട്, റെഡിമെയ്ഡ്സ് എല്ലാം വെക്കുന്നുണ്ട്. കസ്റ്റമൈസേഷൻ നമ്മൾ ചെയ്യണമെന്ന് പ്ലാൻ ചെയ്യണം. നമ്മൾക്ക് ഇപ്പോൾ സ്റ്റിച്ചിങ് നമ്മൾ തുടങ്ങിയിട്ടില്ല. അപ്പോൾ വരുന്നവർ മുഴുവനും സ്റ്റിച്ചിങ് ഒന്ന് ഇൻക്ലൂഡ് ചെയ്താൽ നല്ലതായിരിക്കും. കാരണം നിങ്ങൾക്ക് സെയിലും കൂടും. പക്ഷെ ഞങ്ങള് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്യാന്ന് വിചാരിച്ചിരിക്കുന്നു. നമ്മളുടെ ഷോപ്പ് വരുന്നത് വീടിന്റെ കോമ്പൗണ്ടിന്റെ ഉള്ളിൽ തന്നെയാണ്, ജസ്റ്റ് ഗേറ്റിന്റെ അടുത്തായിട്ടാണ് വരുന്നത്. ഇപ്പോ ആളുകൾക്ക് വർത്താനം പറയാൻ ആൾക്കാരില്ല. ഈ ജെന്റ്സിന് നമുക്കറിയാലോ, പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്, കാണുന്നുണ്ട്, ലേഡീസിന് വർത്താനം പറയാൻ ആരുമില്ല. നമ്മളുടെ ഷോപ്പിൽ വരുന്ന കൂടുതൽ ആൾക്കാർ ഫോണും കൊണ്ടുവരും. പുറത്തിരിക്കണ മക്കൾക്ക് കാണിച്ചു കൊടുത്തിട്ട് ഷോപ്പ് ചെയ്ത് പോണ ഒരു. അപ്പൊ നമ്മൾക്ക് മനസ്സിലായൊരു കാര്യം, അവർക്ക് വർത്താനം പറയണം. നമ്മള് ജനറലി പുറത്ത് പോയിട്ട് ഒരു ഷോപ്പിൽ പോയാൽ നമ്മൾ എടുക്കുന്നു, പോകുന്നു, ഇത്രയേ ഉള്ളൂ, വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഞങ്ങളുടേതായ ഒരു രീതി വരുന്നവരോട് ഇതുപോലെ തന്നെ സംസാരിച്ച് വിശേഷങ്ങളൊക്കെ ചോദിച്ച് അവര് ഹോംലി ഫീലാണ്. അതെ, ഹോംലി ഫീലാണ്. അവര് ഡ്രസ്സ് എടുത്ത് കഴിഞ്ഞാലും അവിടെ ഇരുന്ന് കുറച്ച് നേരം കൂടെയൊക്കെ സംസാരിക്കുന്നത് അത് നമുക്കൊരു ബെനിഫിറ്റും കൂടിയാണ്. കാരണം അവരും നമ്മളും തമ്മിലൊരു കണക്ഷൻ വരും. തീർച്ചയായിട്ടും അടിപൊളി. ഇതൊരു നല്ലൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആട്ടാ. ഇത് കൊള്ളാം. ഇതെനിക്ക് തോന്നുന്നു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി. ഇത് നമ്മള് പുറത്താണെങ്കിൽ നടക്കില്ല. മീൻസ് ടൗണിൽ ഒരു ഷോപ്പ് ഇടാണെങ്കിൽ നമ്മൾക്ക് നടക്കില്ല. നമ്മുടെ വീടിന്റെ കോമ്പൗണ്ടിൽ തന്നെ ഒരു ഹോംലി അറ്റ്മോസ്ഫിയറും കൂടി ആയി. പിന്നെ വരുന്നവർക്കൊന്ന് സംസാരിച്ച്, പിന്നെ എനിക്ക് തോന്നുന്നു തൃശ്ശൂരൊക്കെ ഇപ്പൊ എല്ലാവരും ഞങ്ങൾ അറിയുന്നവരാണ്. എല്ലാവരും തന്നെ ഒരു 90% അബവും നമ്മൾ അറിയാവുന്ന ആൾക്കാരാണ്, നമുക്കും അറിയാവുന്ന ആൾക്കാരാണ്. അപ്പോൾ വരുമ്പോ ഒരുപാട് വിശേഷങ്ങൾ ഉണ്ടാവും പറയാൻ. അതിന്റെ കൂടെ ഷോപ്പിങ്ങും ചെയ്തു ഹാപ്പി ആയിട്ടാണ് എല്ലാവരും പോകുന്നത്. പക്ഷെ നമ്മളുടെ ഷോപ്പ് ടൗണിൽ തന്നെയാണ് ലൊക്കേഷൻ വരുന്നത്. ചേലക്കോട്ടേരെയാണ് ലൊക്കേഷൻ വരുന്നത്. ഈ നമ്മളിപ്പോ കൊറോണ ടൈമിലാണല്ലോ ഇപ്പൊ നമ്മുടെ ഇത് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ ആ ടൈമിൽ ഇപ്പൊ എല്ലാവരും ജോലി ഇല്ലാതെയായി, പലരും ബിസിനസ്സുകളെല്ലാം ഷട്ട് ഡൗൺ ചെയ്തു. ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന ഒരു സമയമാണ്. എന്ത് ചെയ്യും, ഒന്നും ചെയ്യാൻ പേടിയും ടെൻഷനൊക്കെ ആയിരിക്കുന്ന സമയത്താണ് നമ്മൾ ഇങ്ങനെ ഒരു മേഖലയിലേക്ക് ഇറങ്ങാനുണ്ടായ സാഹചര്യം എന്താണ്? ആക്ച്വലി ഞാൻ മുമ്പ് വർക്ക് ചെയ്തിരുന്നു. അപ്പോൾ ഈ കോവിഡ് ടൈമിൽ എൻ്റെ മോന് 3 months ആയിട്ടുള്ള, എൻ്റെ മോള് 1.5 years ആയിട്ടുള്ള. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ടൈമിൽ എനിക്ക് വെറുതെ ഇരിക്കാൻ ഇഷ്ടമില്ല. അപ്പോൾ അമ്മേൻ്റെ ഒരു ഇത് കുറച്ച് എനിക്കും കിട്ടിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ബിക്കോസ് എനിക്ക് ഇഷ്ടമില്ല വെറുതെ ഇരിക്കാനായിട്ട്.
അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ ഇതൊരു നല്ല ഇതായിട്ട് തോന്നി. പിന്നെ നമുക്കും ഇഷ്ടമുള്ള ഫീൽഡാണല്ലോ. ഓൺലൈനാവുമ്പോ നമുക്ക് വീട്ടിലിരുന്ന് ചെയ്യാം എല്ലാ കാര്യങ്ങളും. പിന്നെ അങ്ങനെ ഒരു കാര്യമുണ്ട്, പിള്ളേരിനെ വെച്ചിട്ട് പിന്നെ ഒരു ജോലിക്ക് പോവാന്നുള്ളതും ഒരു ഇതല്ല. നമ്മൾക്ക് വീട്ടിലിരുന്ന് കുട്ടികളിലും നോക്കണം, വീട്ടിലും ചെയ്യണം, നമ്മളും ഇൻഡിപെൻഡന്റ് ആയിട്ട് ഫിനാൻഷ്യലിയും അങ്ങനെ ആവണം എന്നൊരു ഇതിലാണ് വന്നത്. ആ സ്റ്റേജിൽ നിൽക്കുന്ന പെൺകുട്ടികളോട് ഇപ്പൊ ഒരു പുതിയൊരു സംരംഭം തുടങ്ങണമെങ്കിൽ എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും അതൊന്ന് പറഞ്ഞു കൊടുക്കാമോ? കുട്ടികളും ഹസ്ബൻഡും ഫാമിലിയും ബിസിനസ്സും നമ്മൾക്ക് എല്ലാം ചെയ്യാൻ പറ്റും. നമ്മൾ മനസ്സുകൊണ്ട് വിചാരിച്ചു നമ്മള് ഓക്കെ ആണെങ്കിൽ നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റും. ഇപ്പൊ ചിലര് പറയും ടൈമില്ല, അത് ചെയ്യാൻ ടൈമില്ല, ഇത് ചെയ്യാൻ ടൈം. നമ്മളാണ് ടൈം മാനേജ്മെന്റ്. പിക്കിൾ ഉണ്ടാക്കാൻ അമ്മയ്ക്ക് എന്തുണ്ടെങ്കിലും അമ്മ ടൈം കണ്ടുപിടിക്കും. അതുപോലെ തന്നെ നമ്മളുടെ ഇഷ്ടമുള്ള സംഭവമാണെങ്കിൽ നമ്മൾ അതിന് ടൈം കണ്ടുപിടിക്കും. ഇഷ്ടം തന്നെയല്ല, ഇപ്പൊ സാധാരണ ഇപ്പൊ നോർമൽ വീടുകളിലൊക്കെ ആണെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ഒരു ഇത് വരും, ക്രൈസിസ് ഉണ്ടാവും. അപ്പൊ അതും തരണം ചെയ്യാൻ നമ്മൾക്ക് ടൈമും നമുക്ക് ഉപയോഗിക്കാം. എല്ലാവരും എന്തെങ്കിലും ചെയ്യണം എന്ന് തന്നെയാണ് പറയാ. നമ്മൾക്കിപ്പോ പഠിപ്പുള്ള കുട്ടികളാണെങ്കിലും ഒക്കെ ജോലി നോക്കാം. ഇനി പഠിപ്പുള്ളവരായാലും ജോലിക്ക് പോകാൻ പറ്റാത്ത കുറെ പേരുണ്ടാവും, വീട്ടിലെ സാഹചര്യം കൊണ്ട് പറ്റാത്തവരുണ്ടാവും. അപ്പൊ നമുക്ക് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റിയ കുറെ കാര്യങ്ങൾ. നമ്മൾ എന്തായാലും എപ്പോഴും ആക്റ്റീവായിട്ട് ഇരിക്കണം. അപ്പൊ നമ്മൾക്ക് എന്താ ചെയ്യാൻ പറ്റാന്നുള്ളത് നമ്മളെ കുറിച്ച് നമുക്കറിയാലോ. അപ്പൊ നമ്മളെപ്പോഴും നമ്മൾ ആലോചിക്കും നമ്മൾക്ക് എന്താണ് ചെയ്യാൻ പറ്റാത്തത്, നമ്മൾക്ക് അത് ബെനിഫിഷ്യൽ ആവോ, അത് നമ്മളുടെ ഫാമിലി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുമോ, അങ്ങനെ നമ്മൾ നോക്കിയിട്ട് നമ്മൾക്ക് പറ്റുന്ന ഫീൽഡിൽ നമ്മൾ ചെയ്യണം എന്നാണ്. പിന്നെ അതിന്റെ കൂടെ നമ്മളുടെ ഹസ്ബൻഡ്, ഫാമിലി മെമ്പേഴ്സിന്റെ സപ്പോർട്ട് വേണം. ഇപ്പോൾ ലീഗ് കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയ സപ്പോർട്ട് ഇതായിരിക്കണം, തൊട്ടടുത്തിരിക്കുന്ന അമ്മ തന്നെയാണ്. ഈ ഒന്നും പേടിക്കാനില്ല, ഇത്രയും സപ്പോർട്ട് ചെയ്യുന്ന ഒരാളുണ്ടെങ്കിൽ പിന്നെ നമുക്ക് എന്താ പേടിക്കാനുള്ളത്? എവിടെയെങ്കിലും ഡൗൺ ആയി കഴിഞ്ഞാൽ പൊക്കി മോളിൽ കൊണ്ടുവെക്കാൻ ആളുണ്ട് ഇല്ലേ, നമ്മൾ കൂടെ തന്നെയുണ്ട്. ഈ ധൈര്യം എവിടെ നിന്ന് കിട്ടിയേ? ധൈര്യം ഉള്ളതല്ലേ, നമ്മൾക്കുള്ളതല്ലേ ധൈര്യം. എന്നാലും ചെറുപ്പം പോലെ എങ്ങനെയാണോ എന്തും നേരിടാനുള്ള ഒരു ധൈര്യമുണ്ട്. സംസാര ശൈലി നല്ല രസം. പാട്ട് പാടും? ഇല്ല, സത്യം പറ. ഇല്ല. അമ്മേന്റെ അമ്മ നല്ലോണം പാട്ട് പാടും. പിന്നെ കുറച്ച് കിട്ടിയൊക്കെ എനിക്ക് പാടാറുണ്ടോ? പാടാറുണ്ട്. പാടും, ആങ്കർ ചെയ്യും, എല്ലാം. ഓൾ അമ്മ മതി. അപ്പോൾ മതി. വരയ്ക്കും പിന്നെ പോരട്ടെ. കുക്കിംഗ് മാത്രം വലിയ താല്പര്യം അങ്ങനെയല്ല, ഞാൻ കുക്ക് ചെയ്യും, പക്ഷെ അത്ര അമ്മേനെ ഞാന് കുക്കിംഗ് ചെയ്യുന്നുണ്ട്, ചെയ്ത് കൊടുക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് പേടിയാണ്, കാരണം ആലുക്കാസ് എന്ന് പറഞ്ഞാൽ അറിയാലോ നിങ്ങൾക്ക്, വേൾഡ് വൈഡ് ജ്വല്ലറി ഉള്ള ആൾക്കാരാണ്. അപ്പോൾ ഞങ്ങൾ 5 ബ്രദേഴ്സാണ്. അതിൽ ഏറ്റവും താഴെയുള്ള ആളുടെ വൈഫാണ് ഞാൻ. ബാക്കി 4 പേരും തൃശ്ശൂർക്കാരാണ്. ഞാൻ മാത്രം എൻ്റെ വീട് ഇവിടെ അടുത്താണ്, എറണാകുളം. അതെ. അപ്പോ ഞാനിത് ഹസ്ബൻഡിനോട് പറയുമ്പോ അവർക്ക് നോർമലി താല്പര്യമൊന്നുമില്ല. പിന്നെ അവർക്ക് ബിസിനസ്സുകാരാകുമ്പോ വീട്ടിലെ അപ്പന വീട്ടിലെ അമ്മ വീട്ടിലുണ്ടാവണം, എപ്പോഴും വീട്ടിലുണ്ടാവണം, വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ നോക്കണം. അങ്ങനെയാണ്. അതായത് അവർക്ക് നമ്മളായിട്ട് കുറെ ടെൻഷൻസ് കൊടുക്കാൻ പാടില്ല. അവര് ഓൾറെഡി ഒരുപാട് ടെൻഷനുള്ളവരാണ്. അപ്പോൾ നമ്മള് വീട്ടിൽ വരുമ്പോ ഫ്രീ ആയിട്ടിരിക്കുക, സംസാരിക്കുക. അവര് ഇപ്പൊ ആൺകുട്ടികളായാലും ഇപ്പൊ 3 ആൺകുട്ടികൾ വലുതായി, അവരും ബിസിനസ്സിലേക്കാണ്. അപ്പോൾ എപ്പോഴും അവര് വരുമ്പോ ഞാൻ വീട്ടിലുണ്ടാവണം. അമ്മാന്ന് വിളിച്ചിട്ട് കയറി വരാം. അപ്പൊ അമ്മയുടെ സ്വരം കേൾക്കണം അവർക്ക്. അപ്പോ എനിക്ക് പുറത്തു പോകേണ്ട 100 കാര്യങ്ങളുണ്ടാവും. പക്ഷെ അവര് പോയിട്ടുള്ള സമയമാണ് ഞാൻ ഉപയോഗിക്കണേ. അവര് വീട്ടിലെത്തുന്നതിന് മുൻപ് ഞാൻ അവിടെ ഉണ്ടാവും. എന്റെ കാര്യങ്ങൾ ഞാൻ നടത്തണുണ്ട്. അടിപൊളി. ഇപ്പൊ നമ്മൾ സ്റ്റാർട്ടിങ് ഏകദേശം ഒരു മന്ത്ലി നമ്മുടെ നാട്ടില് വീടിന്റെ അടുത്തുള്ള ഫ്രണ്ട് സർക്കിളിലേക്കാണോ നമ്മൾ ഫസ്റ്റ് സർവീസ് തുടങ്ങിയത്? ഫസ്റ്റ് നമ്മള് വീട്ടില് നമ്മൾക്ക് അറിയണ ആൾക്കാർ, പരിചയക്കാര്, അങ്ങനെയാണ് തുടങ്ങിയത്. പിന്നെ അത് ഗ്രാജുവലി ഇങ്ങനെ ഇപ്പോൾ ഓൾ കേരള നമ്മൾ ചെയ്യുന്നുണ്ട്. അത്യാവശ്യം അബ്രോഡിലേക്കും നമ്മുടെ പ്രോഡക്ട്സ് പോകും. നമ്മൾ ഏത് ടൈപ്പ് ക്ലോത്തുകളാണ് കൂടുതലായിട്ട്?
ഒരു ബഡ്ജറ്റ് റേഞ്ചിലാണ്, നമ്മളൊരു മിഡ് റേഞ്ചിലാണ് ഇപ്പൊ കൂടുതലും ചെയ്യുന്നത്. ബിക്കോസ് കൂടുതലും ആൾക്കാർക്ക് ഇപ്പൊ സാരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ എനിക്ക് എക്സ്പീരിയൻസ് അധികം ആൾക്കാർ യൂസ് ചെയ്യുന്നില്ല. കുറെ പേരൊക്കെ സൽവാസിലേക്ക് മാറി. അപ്പൊ നമ്മൾ കൂടുതലും ഇപ്പൊ സൽവാസ് ആണ് ഫോക്കസ് ചെയ്യുന്നത്. അതിൽ തന്നെ ഒരു മീഡിയം ഒരു ബഡ്ജറ്റ് റേഞ്ചിലുള്ള നമ്മളൊരു മീഡിയത്തിൽ നിന്നിട്ടാണ് ഹൈയിലേക്കും പോണില്ല ലോയിലേക്കും പോണില്ല. അതായത് അവര് പൈസ കൊടുത്ത് വാങ്ങിക്കുമ്പോ ആ പൈസക്കുള്ള മൂല്യം ക്ലോത്തില് കാണണം. തീർച്ചയായിട്ടും. അപ്പൊ ഈ ക്ലോത്ത് ഒക്കെ സെലക്ട് ചെയ്യുന്നത് നിങ്ങൾ തന്നെയല്ലേ? നിങ്ങൾ ഡയറക്റ്റ് ചെന്നിട്ടാണ് ഞങ്ങൾ പോയി സെലക്ട് ചെയ്ത് ഹാൻഡ് പിക്ക് ചെയ്ത് എടുക്കണം. ഓക്കെ ഓക്കെ. ക്വാളിറ്റി ഡയറക്റ്റ് ചെക്ക് ചെയ്തിട്ടാണ്. കാരണം എന്താ പറയുക, ഇത് പറയാൻ കാരണം ഇപ്പൊ ഈ ഓൺലൈനിൽ ഒരുപാട് പ്രൊഡക്റ്റുകൾ പല രീതിയിൽ ഇപ്പൊ നമ്മുടെ കയ്യിലുള്ള പ്രൊഡക്റ്റ് തന്നെ വേണമെങ്കിൽ അപ്പുറത്ത് പകുതി പ്രൈസിന് തരാന്ന് പറഞ്ഞിട്ട് വരുന്ന. അതായത് എനിക്ക് മനസ്സിലായ വേറൊരു കാര്യം, പണ്ടൊക്കെ നമ്മൾക്ക് ഇന്ന സാധനത്തിന് ഇത്രയാണ് വില, ഏത് കട വെച്ചാൽ ചെറിയൊരു ഡിഫറൻസ് ഒക്കെ കാണുള്ളൂ. ഇപ്പോഴത്തെ കാലത്ത് എല്ലാവർക്കും മെയിൻലി ക്ലോത്തിന്റെ ഒരു ബിസിനസ്സാണ്, പ്രത്യേകിച്ച് ലേഡീസിന്. അപ്പോ നമ്മൾ എടുക്കുന്ന നമുക്ക് കിട്ടുന്ന വില അനുസരിച്ചാണ് നമ്മൾ വിലയിടുക. അപ്പൊ ഇപ്പൊ ഒരെണ്ണം എടുക്കുന്നവർക്ക് കിട്ടുന്ന വിലയാവില്ല 100 എണ്ണം എടുക്കുന്നവർക്ക് കിട്ടുന്ന വില. അത് മാത്രല്ല അപ്പൊ എന്താണ്ടാവെന്ന് വെച്ചാല് പലരുടെ റേറ്റ് ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ വ്യത്യാസം വരും. പിന്നെ അത് മാത്രല്ല പിന്നെ വലിയ വലിയ ഷോപ്പുകളാകുമ്പോ നിങ്ങൾക്കറിയാലോ അതനുസരിച്ച് അതിൻ്റെതായ ചെലവുകളും കാര്യങ്ങളും വ്യത്യാസം വരും. പിന്നെ അത് മാത്രല്ല ഒരു പ്രോഡക്റ്റ് ഒരു 500 റേഞ്ചിലുണ്ടാവും, 5000 റേഞ്ചിലുണ്ടാവും, 50,000 ഉണ്ടാവും. ക്വാളിറ്റിയിൽ വ്യത്യാസം വരും. അപ്പൊ നമ്മളത് നോക്കി എടുക്കണം. എല്ലാ നല്ല ഇതിന്റെയും ഡ്യൂപ്ലിക്കേറ്റ് ഇറങ്ങുന്നുണ്ട്, എല്ലാത്തിന്റെ ഇറങ്ങുന്നുണ്ട്. അപ്പൊ നമ്മളെപ്പോഴും ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ ട്രൈ ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മളൊരു എറണാകുളത്തുള്ള ഒരു പ്രമുഖ സ്ഥാപനത്തിന്റെ ഓണറെ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ അവർ പറയും നമ്മുടെ കയ്യിലുള്ള 1.5 ലക്ഷം രൂപയുടെ സാരി ഉള്ള ടൈമില് അതിന്റെ 2000 രൂപയ്ക്ക് അവൈലബിൾ ആണ്. പക്ഷെ 2000 രൂപയ്ക്ക് ചിലപ്പോൾ അവർക്ക് അഫോർഡബിൾ ആയതുകൊണ്ട് അത് മേടിക്കും. പക്ഷെ രണ്ടിന് ക്വാളിറ്റികൾ അതാണ് പലർക്കും മനസ്സിലാവാത്തത് പറയാറുണ്ട്. എല്ലാവർക്കും അറിയാത്, എല്ലാവർക്കും അറിയാം. പക്ഷെ നമ്മളുടെ ബഡ്ജറ്റിൽ ഒതുങ്ങിയ സാധനങ്ങളാണ്. എല്ലാവരും എങ്ങനെയാണല്ലോ, ഒരു പ്രോഡക്റ്റ് അത് ഫേമസ് ആവുമ്പോ എല്ലാവർക്കും അത് വേണം, എല്ലാവർക്കും അത് അഫോർഡബിൾ ആവില്ല. തീർച്ചയായിട്ടും. ഓക്കെ. ഇപ്പൊ നമ്മുടെ ഇനിയിപ്പോ അടുത്ത നെക്സ്റ്റ് ഫ്യൂച്ചർ പ്രോഗ്രാമുകൾ എന്തൊക്കെയാണ്? നമ്മളിനി നെക്സ്റ്റ് നമ്മൾ കസ്റ്റമൈസേഷൻ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടി കുറച്ച് എക്സ്പാൻഡ് ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത്. അപ്പൊ അതിന്റെ കാര്യങ്ങൾ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഈ ക്ലോത്തുകളില്ലേ, നമ്മളിപ്പോ മേടിക്കുന്ന ക്ലോത്തുകൾ നമ്മളൊരു പാർട്ടി വെയർ നമ്മളൊരു ഡ്രസ്സ് മേടിച്ചിട്ട് ചിലപ്പോൾ 1-2 ഫംഗ്ഷൻ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ കുറെ നാളത്തേക്ക് മാറ്റി വെക്കും. പിന്നെ കുറെ നാളെ എടുക്കുമ്പോഴത്തേക്ക് അത് ഒട്ടിപ്പിടിക്കുക, ചീത്തയാവുക, അങ്ങനെ പല പല പ്രശ്നങ്ങൾ ഉണ്ടാവും. അത് നമ്മൾ എങ്ങനെ ഏത് പ്രോഡക്റ്റ് ആയാലും ഇപ്പൊ ക്ലോത്ത് മാത്രമല്ല നമ്മൾ എന്ത് വാങ്ങിക്കുകയാണെങ്കിലും നമ്മളത് മെയിൻറ്റെയിൻ ആൻഡ് കെയർ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഞാൻ ചോദിച്ചത് അപ്പൊ നമ്മുടെ ക്ലോത്തുകൾ കേടുപാട് വരാതെ സൂക്ഷിക്കാൻ എന്താണ് ഒരു ടിപ്പുകൾ? നമ്മളത് നല്ലോണം വാഷ് ആൻഡ് കെയർ ശ്രദ്ധിക്കണം, ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്യണം, ഒരിക്കലും എടുത്തു വെക്കരുത്. കുറെ നാളത്തേക്ക് എടുത്തു വെക്കരുത്. അത് ഏത് സാധനമായാലും ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ ഒന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കണം. പ്രത്യേകിച്ച് ഡ്രസ് ഐറ്റംസ് ഉപയോഗിച്ചുകൊണ്ടിരിക്കണം. പിന്നെ വാഷ് ആൻഡ് കെയർ ശ്രദ്ധിക്കുക. ക്വാളിറ്റി എങ്ങനെയാണോ, ഇപ്പോൾ നമുക്കൊരു ഇപ്പം നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ 2000 രൂപയ്ക്കും കിട്ടും, 50,000 രൂപയ്ക്കും കിട്ടും, 1 ലക്ഷത്തിനും കിട്ടും. അപ്പം അത് ആ ക്വാളിറ്റി അത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക. ക്വാളിറ്റിയിലാണ് എപ്പോഴും കാര്യം ഇരിക്കുന്നത്. നമ്മളിപ്പോൾ സ്റ്റാർട്ടിംഗ് പ്രൈസ് ഒക്കെ ഏകദേശം എത്ര രൂപ തൊട്ട് നമ്മുടെ വെബ്സൈറ്റിൽ കിടപ്പുണ്ട്? നമ്മൾക്ക് ഒരു 800 തൊട്ടിട്ട് സ്റ്റാർട്ടിങ് കിടപ്പുണ്ട് അല്ലേ? ഓക്കെ. അതുപോലെ തന്നെ നമ്മുടെ ആഫ്റ്റർ സർവീസ് നമ്മൾ എങ്ങനെയാണ് ഫോളോ അപ്പ് ചെയ്യുന്നത്? ഇപ്പോൾ ഒരു പാർട്ടിക്ക് ഇത് കിട്ടിയിട്ട് ചിലപ്പോൾ കളർ മാറിപ്പോകും, അവർക്ക് ഡയറക്റ്റ് കിട്ടുമ്പോൾ ചിലപ്പോൾ അവർ ഉദ്ദേശിച്ച കളർ ആയിരിക്കില്ല. അപ്പൊ ഓൺലൈൻ ചെയ്യുമ്പോ വീഡിയോ എടുക്കുമ്പോ ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും. അത് നമ്മള് കസ്റ്റമേഴ്സിനോട് പറഞ്ഞിട്ട് തന്നെയാണ് പ്രോഡക്റ്റ് കൊടുക്കുന്നുള്ളൂ. നമ്മളെ വിളിക്കുമ്പോൾ തന്നെ നമ്മൾ അവരോട് ഇങ്ങനെ ഇതൊക്കെയാണ് കാര്യങ്ങൾ, നമ്മൾ അതിന്റെ ഒറിജിനൽ പിക്ചർ വേണമെന്ന് പറയുമ്പോൾ അത് അയച്ചു കൊടുക്കും. അതായത് നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ ഒരു 5% വേരിയേഷൻ മിക്കവാറും കാണും.
അപ്പൊ അതൊക്കെ പറഞ്ഞിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. പിന്നെ ഒരുപാട് കംപ്ലൈന്റ് ഉള്ളവരാണെങ്കിൽ നമ്മൾ തിരിച്ചു റിട്ടേൺ നമ്മളൊരാളോടും എന്താ പറയാ നിൽക്കണില്ല. കാരണം നമ്മളുടെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകണം. ഒരിക്കലും ഒരാളോടും യുദ്ധം ചെയ്തിട്ടും അങ്ങനെ നടക്കില്ല. അത് അവരുടെ, അതായത് നമ്മളൊരാളോട് സംസാരിക്കുമ്പോ അവരുടെ ഭാഗത്തുനിന്ന് അവർക്ക് ഇറിറ്റേഷൻ ഉണ്ടാക്കാൻ പാടില്ല. കംഫർട്ടായിട്ട് കൊണ്ടുപോകണം. അതാണ് എന്താ പറയാ ഏറ്റവും നല്ല വഴി. ചിലര് തിരിച്ച് അവർക്ക് പറ്റിയില്ല, കളർ പറ്റില്ല, വീഡിയോയിൽ കണ്ട കളറല്ല ഇത് പറയാറുണ്ട്. അപ്പൊ ഒന്നിലും നമ്മൾ അധികം കംപ്ലൈന്റ്സ് കംപ്ലൈന്റ്സ് നമ്മളത് നോക്കാറുണ്ട്. എന്താ ചെയ്യാൻ പറ്റും. പിന്നെ ആഫ്റ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ചോദിക്കാറുണ്ട് എങ്ങനെയുണ്ട് പ്രോഡക്ട്സ് എന്നൊക്കെ ചോദിക്കാറുണ്ട്. അവര് ചിലര് വളരെ സന്തോഷത്തിൽ വളരെ ഹാപ്പി ആയിട്ട്, അതായത് അവർ എക്സ്പെക്ട് ചെയ്തേക്കാളും നന്നായിട്ടുള്ളതാണ് കിട്ടിയിരിക്കണെന്നൊക്കെ പറയാറുണ്ട്. ഇപ്പൊ നമ്മൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സൊക്കെ നമ്മുടെ ഓൺ പ്രൊഡക്ട്സ് ആണ്. അതെ അതെ. ഇതിന്റെ കളർ പല പല കളറുകൾ എല്ലാം അവൈലബിൾ ആണ്. ഡിസ്പ്ലേ ആയിട്ട് ഇപ്പൊ ആൾക്കാർ കാണുന്നതല്ലേ. ഓക്കെ, ഇനിയിപ്പോ ഒരു കാര്യം ചോദിക്കട്ടെ, ഇനി നമ്മളോട് ചോദിക്കട്ടെ, ഈ കുക്കിംഗ് പഠിപ്പിച്ചു തന്നതാരാ? അങ്ങനെയൊക്കെ ചോദിച്ചാൽ നമ്മൾക്ക് ഒരു ഇഷ്ടമാണ്, നമ്മൾ പഠിക്കും. നമുക്ക് ഇഷ്ടമുള്ള ഫീൽഡായി. ഇപ്പൊ ഞാൻ എന്നെ ഹസ്ബൻഡിന്റെ വീട്ടിൽ 15 പേരാണ്. അതായത് 10 പെണ്ണും 5 ആണുമാണ്. 15 മെമ്പേഴ്സ്. ഞാൻ 19 വയസ്സിൽ കല്യാണം കഴിഞ്ഞു. ഡിഗ്രി ലാസ്റ്റ് ഫൈനൽ ഇയർ പഠിക്കുമ്പോൾ കല്യാണം കഴിഞ്ഞു വന്നതാ. ഇവിടെ വന്നപ്പോ ഒരു കല്യാണത്തിനുള്ള ആൾക്കാർ എന്റെ വീട്ടില് 3 പേരാണ്. അപ്പോ എന്റെ മദറിനെല്ലാം നല്ല മിടുക്കത്തിയാ, നല്ല സ്മാർട്ടാണ്. അപ്പോ അവരുടെ കൂടെ അന്ന് 19 വയസ്സ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയം നമുക്ക് ഇത്ര അറിയാം, എന്തെങ്കിലുമൊക്കെ അറിയാം എന്നല്ലാതെ നമുക്ക് അങ്ങനെ അറിയുള്ളൂ. അപ്പൊ നമ്മള് മദറിൻലോയുടെ കൂടെ നിന്ന് ആള് നല്ല മിടുക്കത്തിയാണ്. അപ്പൊ നമ്മൾ അറിയാതെ നമ്മൾ അങ്ങനെ അങ്ങടെ പോയി പഠിച്ചു ഓരോരോ കാര്യങ്ങൾ. തൃശ്ശൂരത്തെ കുക്കിങ്, എൻ്റെ വീട് ഇവിടെയാണ്, എറണാകുളത്താണ്. അപ്പോ വ്യത്യാസങ്ങളുണ്ട്. പക്ഷെ നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് പഠിക്കാവുന്നതേ ഉള്ളൂ. ഇപ്പൊ ഇവൾക്ക് ഇപ്പൊ എന്റെ മോളാണെങ്കിൽ അവൾക്ക് കുക്കിങ്ങിനോട് താല്പര്യമില്ല. അല്ല, എനിക്ക് പോലൊന്നും ചെയ്യാൻ പറ്റില്ല. നോർമൽ നമ്മള് കുക്കിംഗ് ചെയ്യുമ്പോഴേ എനിക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യം, നമ്മൾ ചെയ്യുന്ന ഓരോ ഇൻഗ്രീഡിയൻസും ചെയ്യേണ്ട രീതികളും നമ്മൾ ചെയ്യുന്ന രീതികൾ ഒക്കെ വ്യത്യാസങ്ങളുണ്ട്. നോർമലി ചെയ്തുകൊണ്ടിരിക്കുന്ന വിട്ടിട്ട് വേറൊരു രീതിയിൽ ചെയ്യുമ്പോൾ അതിനൊരു വ്യത്യാസം. സെയിം ഫുഡ് തന്നെയാവും ഉണ്ടാക്കണത്, പക്ഷെ എല്ലാത്തിനും അതിൻ്റെതായ വ്യത്യാസങ്ങൾ ഉണ്ടാവും. ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമാണ്. നമുക്ക് ഒരുപാടൊന്നും ചെയ്യാൻ പറ്റില്ല, പക്ഷെ എന്നാലും ചെയ്യും. ഇനി ഞാൻ ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഒരാളെ ഞാൻ അടുപ്പിക്കില്ല. നമ്മളൊന്നും ആ ടൈമിൽ അവിടെ പോകാൻ പാടില്ല. അതായത് ഇപ്പൊ പിക്കിള് എടുത്തു, നമുക്കറിയാലോ ഒരു കുറച്ച് ഉണ്ടാക്കാനായിട്ട് കുറച്ച് സമയം വേണം. അതിന്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്ക് കറക്റ്റ് ചെയ്യാനൊക്കെ സമയം വേണം. അപ്പൊ ഇപ്പൊ ഒരു മാംഗോ പിക്കിൾ ഉണ്ടാക്കണോ, മാങ്ങ അരിയണം, വെളുത്തുള്ളി. ഒരു പിക്കിളിന്റെ മെയിൻ ഇത് വെളുത്തുള്ളി. എനിക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്, വെളുത്തുള്ളി നന്നായിട്ട് ഇടണം പിക്കിളില്. അപ്പൊ ഇതൊക്കെ എല്ലാവരും ചെയ്യും, കൂടെയുള്ളവരൊക്കെ ചെയ്യുക. അരിയല്, കഴുകല്, പിടിക്കല്, വെളുത്തുള്ളി നന്നാക്കല്, ഇതൊക്കെ അവരൊക്കെ ചെയ്തോളും. ഉണ്ടാക്കണ കാര്യം ഒരാളെ ഞാൻ കേട്ടില്ല, ഞാൻ തന്നെ. കാരണം എൻ്റെ ഇഷ്ടമാണ്. അപ്പോ എനിക്ക് തന്നെ അത് ചെയ്യണം. എത്ര സെർവൻസ് ഉണ്ടായാലും ഞാൻ തന്നെ ചെയ്യാം. ക്ലീൻ ആണ്, ഹൈജീനിക് ആണ്. പിന്നെ എല്ലാ ഇൻഗ്രീഡിയൻസും ഫസ്റ്റ് ക്വാളിറ്റി മെറ്റീരിയൽ മാത്രം ഉപയോഗിച്ച് ഞാൻ ഉണ്ടാക്കും. എന്തായാലും അടിപൊളി. ഞാൻ എന്തായാലും ഓർഡർ ചെയ്യാൻ പോകും. ഇത് കഴിയട്ടെ. പിന്നില്ലേ വേറെ കാര്യം ചോദിക്കട്ടെ, നമുക്കൊരു ബിസിനസ് തുടങ്ങി മുമ്പോട്ട് പോകും, പ്രത്യേകിച്ച് ഇപ്പം ഇതുപോലെ
നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞു വീട്ടിലിരിക്കുന്ന സ്ത്രീകളെല്ലാം ഒരു ബിസിനസ്സുമായി മുമ്പോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും. നമുക്ക് എല്ലാവർക്കും ഒറ്റയടിക്ക് സക്സസ് ഉണ്ടാവില്ല. ഒരു ഡൗൺ ഉണ്ടായതിനു ശേഷമൊക്കെ ആയിരിക്കും സക്സസ് ആവുക. ചിലവരായിരിക്കും ചിലപ്പോൾ കറക്റ്റായിട്ട് മുമ്പോട്ട് പോവുകയൊക്കെ ചെയ്യുക. ഡൗൺ ആവുമ്പോൾ പലരും പേടിച്ചു പോകും. ഇപ്പൊ നഷ്ടം എത്ര വന്നു, അതിൽ നമുക്ക് നിർത്തിയ സമാധാനം എന്ന് പറഞ്ഞ് തിരിച്ചു പോകുന്നവർ ഒരുപാട് പേരുണ്ട്. അങ്ങനെ ഉണ്ടാവും. ഒരു ബിസിനസ് അല്ലെങ്കിൽ ഒരു നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ അതിലുള്ളതാണല്ലോ അത്. ഒരു അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും. നമ്മൾക്കത് തരണം ചെയ്യാൻ പറ്റണം. അതെ, ഓവർകം ചെയ്യാനുള്ളൊരു മിടുക്ക് നമുക്ക് ഉണ്ടാവണം. അതിനുള്ള സാഹചര്യം ഉണ്ടാവണം. വീട്ടുകാരുടെ ഫാമിലി സപ്പോർട്ട് വേണം. പിന്നെ അത് മാത്രമല്ല, നമ്മൾ അതൊന്ന് കുറച്ചു കാലം അതൊന്ന് ട്രൈ ചെയ്യണം. ഫസ്റ്റ് തന്നെ ഒരു ഓബ്സ്റ്റക്കിൾ വന്നതിന് നമ്മളത് പോയി കഴിഞ്ഞു അങ്ങനെയല്ല. നമ്മൾ ട്രൈ ചെയ്യുക, എല്ലാ ദിവസവും ട്രൈ ചെയ്യുമ്പോൾ നമ്മളത് ബെറ്റർ ആയിട്ട് വരും. ഈ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ബിസിനസ് ഒക്കെ എങ്ങനെ എല്ലാം പോയാലും ഫെസ്റ്റിവൽ സീസൺ വരുമ്പോൾ നമുക്ക് കുറച്ച് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ആവശ്യം വരും. അത് രണ്ടുപേർക്കും ഇപ്പുറത്തെ സൈഡാണെങ്കിലും പിക്കിൾസും കാര്യങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ ഫെസ്റ്റിവൽ സീസണിൽ ആവശ്യം വരും. അല്ല, നമുക്ക് ഓണം ക്രിസ്മസിനൊക്കെ ആവുമ്പോ ക്ലോത്ത് തിരക്കും. ഞാൻ പറഞ്ഞിരുന്നത് ആഘോഷം എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ പെരുന്നാൾ പൂരം എന്നൊക്കെ പറയുമ്പോൾ മനസ്സിലാദ്യം തന്നെ തൃശ്ശൂരാണ്. ആഘോഷങ്ങളുടെ നാടാണ്. അവിടെ സീസൺ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ അവിടെ ക്രിസ്ത്യാനി, ഹിന്ദു, മുസ്ലിം അങ്ങനെയൊന്നുമില്ല, എല്ലാവരും ആഘോഷിക്കുന്നതാണ്. തൃശ്ശൂർ പൂരമാണെങ്കിലും എല്ലാം. അപ്പൊ അവിടുത്തെ തൃശ്ശൂരത്തെ ആഘോഷങ്ങളെ കുറിച്ചെന്ന് പറഞ്ഞത്, തൃശ്ശൂർ എല്ലാം ആഘോഷമാണ് എല്ലാവർക്കും. ഇപ്പൊ ഒരു പെരുന്നാള് വന്നു, നമ്മളൊരു കല്യാണം നടത്തണേലും ആഘോഷമാണ് പെരുന്നാള്. വീടുകളില് എല്ലാ റിലേറ്റീവ്സിനെ എല്ലാവരെയും വിളിച്ചൊരു കല്യാണം പോലെ തന്നെ ഭയങ്കര ആഘോഷമാണ്. അതുപോലെ ഒരുവിധം എല്ലാ ആഘോഷങ്ങളും തൃശ്ശൂർക്കാർ ആഘോഷിക്കാറുണ്ട്. അതൊരു വേറെ ഒരു കൾച്ചറാണത്. പ്രത്യേകിച്ച് ഇപ്പൊ നമ്മളിവിടെ എറണാകുളത്ത് അങ്ങോട്ടേക്ക് പോയത്, എറണാകുളത്ത് ഇതൊന്നുമില്ല. എറണാകുളം ഏകദേശം ഒരു ആഘോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെ പകുതി ആഘോഷങ്ങൾ ഉണ്ടെങ്കിൽ അത് വീടുമായിട്ട് കണക്റ്റഡ് അല്ല. തൃശ്ശൂരുകാരുടെ അത്ര ആഘോഷം ഉണ്ടെന്ന് തോന്നുന്നില്ല. തൃശ്ശൂർക്കാർക്ക് വീട്ടിലാണ് ആഘോഷം. നമ്മൾക്കൊരു പെരുന്നാൾ, ഇപ്പൊ പള്ളിയിൽ പെരുന്നാൾ വന്നു, ഇപ്പൊ എന്റെ എറണാകുളത്താണെങ്കിൽ അത് പള്ളിയിൽ നമ്മൾ പോണു, അവിടുത്തെ ആഘോഷങ്ങളിൽ പങ്കെടുക്കണു, പോരുന്നു, കഴിഞ്ഞു. വീട്ടിലെന്തെങ്കിലും അത്യാവശ്യം അത്രയേ ഉള്ളു. പക്ഷെ തൃശ്ശൂർ അങ്ങനെയല്ല. തൃശ്ശൂർ എല്ലാ റിലേറ്റീവ്സ്, എല്ലാ ഫ്രണ്ട്സ്, പരിചയമുള്ളവരൊക്കെ ഉണ്ടാവും. വീട്ടില് അതിൻ്റെതായ പരിപാടികൾ, ഫുഡ്, അത് ഇത്. പള്ളി എനിക്ക് ആദ്യം കല്യാണം കഴിഞ്ഞ് വന്നപ്പോ ഇവിടുത്തെ ആദ്യത്തെ പെരുന്നാള് ഞങ്ങളുടെ കല്യാണത്തിനും മേലെയായിരുന്നു. അപ്പൊ എനിക്ക് ഭയങ്കര വീർപ്പുമുട്ടലായിരുന്നു സത്യം പറഞ്ഞ. അത്രയധികം ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഓൾറെഡി കുറെ മെമ്പേഴ്സ് ഉണ്ട്, ഒരു കല്യാണത്തിനുള്ള ആൾക്കാരുണ്ട്, കൂടാതെ ബാക്കിയുള്ളവരും. അപ്പൊ ശരിക്കും അപ്പൊ ഞാനൊക്കെ പള്ളിയിൽ പോവാ, അവിടത്തെ എല്ലാം ഉൾപ്പെടും അതില്. അപ്പൊ എനിക്കൊക്കെ ഭയങ്കര പറ്റണില്ല എനിക്ക്. നമ്മൾക്ക് ഇതൊക്കെ കണ്ടിട്ട് നമ്മൾ വിചാരിക്കും എന്തിന് ഇത്രയധികം ആഘോഷിക്കണ എന്തിനാന്ന് നമ്മൾ ആലോചിക്കോ. പക്ഷെ തൃശ്ശൂർക്കാരങ്ങനെയാണ്. അങ്ങനെ ആയില്ലോ, കൊല്ലം കുറെ ആയില്ലോ. ഇവിടെ പോയി കഴിഞ്ഞാൽ ഫാമിലി ഒക്കെ നമ്മൾക്ക് ഈ ഒരു ഗെറ്റ് ടുഗദേഴ്സ് ഒക്കെ ഭയങ്കര മിസ്സിങ്. ഞങ്ങളുടെ വീട്ടില് ഈ 15 മെമ്പേഴ്സ് എന്ന് പറയുമ്പോ അവരുടെ മക്കള് കുറെ പേര്. ഞങ്ങളുടെ വീട്ടിൽ എന്ന് പറഞ്ഞ കല്യാണത്തിനുള്ള ആൾക്കാർ വീട്ടിൽ തന്നെയുണ്ട്. അത് മാത്രല്ല എപ്പോഴും പരിപാടിയാ. ഓരോരുത്തരുടെ വീടുകളില് നമുക്കറിയാലോ, ഇത്രയധികം മെമ്പേഴ്സും ഉണ്ടാവുമ്പോ എപ്പോഴും പരിപാടിയാണ്. അപ്പൊ ഒരാഴ്ച പരിപാടി ഇല്ലെങ്കിൽ സത്യം പറഞ്ഞ ഞങ്ങൾക്ക് ഭയങ്കര എന്തെങ്കിലും എപ്പോഴും പരിപാടികൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇനിയിപ്പോ മാമിന്റെ സൈഡിലെ അപ്ഡേഷൻ എന്താണ്? ഇനിയിപ്പോ മീനൂസ് പിക്കിൾസിന്റെ അടുത്ത വെർഷൻ അല്ല, നമ്മള് ബൊട്ടിക്കിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യണത്. അതില് നമ്മള് ഒരു പുതിയ എന്തെങ്കിലും കുറച്ചും കൂടെ ഒന്ന് നന്നാക്കി കൊണ്ടുവരണം എന്ന് ആഗ്രഹമുണ്ട്. പിന്നെ സ്റ്റിച്ചിങ് എല്ലാവരും അതായത് എത്ര വിലയുള്ള തുണി എടുത്താലും സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ, അതായത് നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് നമ്മൾക്കിപ്പോ മെറ്റീരിയൽ കൊള്ളില്ല, ഓക്കെ, സമ്മതിച്ചു. പക്ഷെ നമുക്കത് ഭയങ്കര നല്ല ഇതായിട്ട് തയ്ച്ച് കിട്ടിയാൽ നമ്മളത് ഉപയോഗിക്കും.
നമ്മൾ വില കൂടിയൊരു ഡ്രസ്സാണ്, നമുക്ക് കംഫർട്ടബിൾ അല്ല ഇടാനെങ്കിൽ നമ്മളത് എടുക്കും, അവിടെ തന്നെ വെച്ച് ഇതെടുത്തിടും. സ്റ്റിച്ചിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എല്ലാവരുടെയും അഭിപ്രായത്തിൽ സ്റ്റിച്ചിങ് തുടങ്ങണം. എല്ലാവരും വരുമ്പോൾ പറയുന്നൊരു കാര്യമാണ്. പക്ഷെ നമ്മൾ എല്ലാവരും പറയുന്നതിലേക്ക് എത്താതെ, മീൻസ് പലർക്കും പല അഭിപ്രായങ്ങളാണല്ലോ, എല്ലാവരുടെ അഭിപ്രായം നമ്മൾക്ക് എടുക്കാൻ പറ്റില്ല. നമ്മളുടെ പോണ വഴിയിൽ അങ്ങനെ നമ്മൾ തുടങ്ങും എന്ന് വിചാരിക്കണം. ഓക്കെ, എന്തായാലും നമ്മളൊരു ബിസിനസ് ഫാമിലിയാണ്, കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു ഫാമിലിയാണ്. അപ്പോൾ അവിടെ നിന്ന് എന്ത് വന്നാലും ആൾക്കാരൊന്നും ശ്രദ്ധിക്കും. പക്ഷെ എനിക്ക് തോന്നുന്നത് അതിനെക്കാട്ടും കൂടുതൽ നമ്മുടെ ബ്രാൻഡുകൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്, നമ്മൾ കൊടുക്കുന്ന പ്രൊഡക്റ്റുകൾ. അതിനുശേഷമാണ് ഇത് ആരാണ് ഇതിന്റെ പുറകിൽ നിന്ന് അന്വേഷിച്ച് പോകുന്നത്. അത് നമ്മളായിട്ട് തന്നെ ഉണ്ടാക്കിയേക്കുന്ന ഒരു സ്പേസ് ആണ്. അത് വലിയൊരു കാര്യം തന്നെയാണ്. ഇനി ഇപ്പം നമ്മുടെ കസ്റ്റമേഴ്സിനോട് നമ്മൾ കൊടുക്കുന്ന സർവീസിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയാ? നമ്മൾ കസ്റ്റമേഴ്സിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടാണ് നമ്മൾ നോക്കുന്നത്, ഹാൻഡിൽ ചെയ്യുന്നത്. ബിക്കോസ് അവരാണ് കിങ്. അവര് പറയുന്നതാണ് നമ്മളുടെ ബിസിനസ്സിന് നല്ലതും അത് തന്നെയാണ്. ഓക്കെ, നമ്മളിപ്പോ ഒരു ഇത് പറഞ്ഞു കഴിഞ്ഞാൽ, സാക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ടൈപ്പ് കളറിലെ കുറച്ച് ഡ്രസ്സുകൾ വേണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. കൊടുക്കാം. നമ്മളിപ്പോ കൂടുതൽ ഈ ടൈമിൽ നമുക്ക് യൂണിഫോം ആയിട്ട് സാരീസ് വേണം, ഈ ക്രിസ്മസിന്, അതുപോലെ തന്നെ ടീച്ചേഴ്സ്, ആനുവൽ ഡേ, ഫംഗ്ഷൻസ് വരുമ്പോ സീസൺ ആണല്ലോ ഇപ്പൊ. അപ്പൊ യൂണിഫോം സാരീസ്, യൂണിഫോം ചുരിദാർസ് ഒക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ അത് അവര് പറയും, ചിലവര് പറയും ഞങ്ങൾക്ക് ഇന്ന കളറിൽ ചെയ്ത് തരുമോന്ന് ചോദിക്കും. അപ്പൊ അതൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കാറുണ്ട്. എല്ലാവർക്കും മാച്ചിങ് ആയിട്ട്. ഒരു കല്യാണ മാരേജ് വന്നാൽ അതിൽ തീം ഉണ്ടാവും. അപ്പൊ അവര് പറയുന്ന കാര്യങ്ങള് ഉൾക്കൊള്ളിച്ചിട്ട് അവര് പറയുന്ന ബഡ്ജറ്റിൽ നിന്നിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുക. എന്തായാലും ഒരു കസ്റ്റമർക്ക്, അതെ, ഒരു കസ്റ്റമർക്ക് എന്ത് വേണം അത് ഒരു 90% എബവ് നമ്മള് ചെയ്തു കൊടുക്കും. മാക്സിമം നമ്മുടെ സപ്പോർട്ട് അവർക്ക് ഉണ്ട് ഫുൾ ടൈം കൂടെ. നമുക്കൊരു ബിസിനസ് മാത്രല്ല, ജനങ്ങളിലുള്ളൊരു വിശ്വാസം, നമ്മളിലുള്ളൊരു വിശ്വാസം, അവിടെ ചെന്നാൽ അങ്ങനെ കിട്ടും, അല്ലെങ്കിൽ അവിടെ ചെന്നാൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ നമ്മളുടെ താല്പര്യങ്ങൾ എന്താണോ അത് അവരോട് പറയാം, അങ്ങനെയുള്ളൊരു വിശ്വാസം അവരിൽ നിന്ന് നമ്മൾക്ക് കിട്ടുന്നുണ്ട്. അവർക്ക് വിശ്വാസം ഉണ്ട് നമ്മളെ. എന്തായാലും നമുക്കൊരു എന്താ പറയുക, അഡ്വർടൈസ്മെന്റിനെക്കാട്ടും കൂടുതൽ മൗത്ത് പബ്ലിസിറ്റിയിൽ ഭയങ്കരമായിട്ട് ആളുകളിലേക്ക് എത്തുന്നുണ്ട്. ഒരിക്കൽ വന്നവര് വീണ്ടും വീണ്ടും വരുന്നുണ്ട്, അവരൊരു 4 പേരെ കൂട്ടി വരുന്നുണ്ട്. അപ്പോൾ നമ്മള് പേജിന്റെ കമന്റുകളൊക്കെ നോക്കുമ്പോൾ നല്ല കളക്ഷനാണ്, ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, അവിടുത്തെ ആളുകളെല്ലാം അടിപൊളിയാണ്, കസ്റ്റമർ സർവീസ് അടിപൊളി, എല്ലാം പോസിറ്റീവ് വന്നേക്കട്ടെ. അപ്പൊ ഇങ്ങനെയായിരിക്കണം ഒരു സ്ഥാപനം മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. ഞങ്ങളിപ്പോ നിങ്ങൾ പറഞ്ഞ പോലെ ഞങ്ങൾ ഒരുപാട് വലിയ ഷോപ്പും ഒരുപാട് വലിയ തിരക്കുള്ളൊരു ഒരുപാട് അതിനുവേണ്ടി അങ്ങനെ ചെയ്യുന്നില്ല. ബിഗിനിങ് സ്റ്റേജിൽ തന്നെയാണ്. നമ്മളത് ആസ്വദിച്ച് ചെയ്യുന്ന ഒരു കാര്യമാണ്. ചെറുതല്ല പക്ഷെ വലുതല്ല, വലിയൊരു ബിസിനസ് അങ്ങനെ അല്ല, പക്ഷെ നമ്മളത് ആസ്വദിച്ചാണ് ചെയ്യണത്. നമ്മള് ബിസിനസ് മാത്രമായിട്ടല്ല നമ്മൾ നോക്കണേ, ക്ലയൻസിന്റെ താല്പര്യങ്ങള്, നമ്മളുടെ സന്തോഷങ്ങള്, അവരുടെ സന്തോഷങ്ങള് എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മൾ കൊണ്ടുപോകണത്. അല്ലാണ്ട് മെയിൻലി ബിസിനസ് മാത്രം ഫോക്കസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്നില്ല. എന്തായാലും ഒരു ബിസിനസ്സിൽ കസ്റ്റമർ ആയിട്ടുള്ള ഒരു ബന്ധമാണ് ഏറ്റവും വലിയ തെളിയിച്ച രണ്ടുപേരെ എന്റെ മുമ്പിലിരിക്കുന്നത്. എന്തായാലും അടിപൊളി. നമ്മൾക്ക് ഒരുപാട് നെഗറ്റീവ് കമന്റ്സ് ഒന്നും അധികം വരാറില്ല, കുറവാണ്. വരേണ്ട കാര്യമില്ല, അവിടെ വന്നിട്ടുണ്ടോന്ന് 1-2 വന്നിട്ടുണ്ടോന്ന്, പക്ഷെ നമ്മളത് അഡ്ജസ്റ്റ് ചെയ്ത് ജെന്യൂനായിട്ട് ഒരു കാര്യം തുറന്നു പറഞ്ഞത് രണ്ടുപേരാണ് ആദ്യമായിട്ട്. നമ്മൾക്കിപ്പോ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കി, ഞങ്ങളിപ്പോ ബിസിനസ് ചെയ്തിട്ടൊന്നും ചെയ്യാനൊന്നുമില്ല. ഞങ്ങളുടെ ഒരു സന്തോഷം അത് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫാമിലി, അത്രയേ ഉള്ളൂ. അതിലും കൂടുതൽ ബിസിനസ് ചെയ്ത് കുറെ കാശുണ്ടാക്കുക, കുറെ അത് ചെയ്യുക ഇത് ചെയ്യുക അങ്ങനത്തെ ഇതൊന്നും ഇല്ല ഞങ്ങൾക്ക്, സത്യം പറഞ്ഞാൽ ഇല്ല. നമ്മളുടെ ഒരു ഹാപ്പിനെസ്. എന്തായാലും ഒരുപാട് സന്തോഷം. വളരെ കുറച്ച് നേരം കൊണ്ട് ഒരുപാട് ഇൻഫർമേഷൻസ് കിട്ടി എന്തായാലും രണ്ടുപേരിൽ നിന്നും.
എന്തായാലും ഇങ്ങനത്തെ സർവീസുകളാണ് ഓരോ കസ്റ്റമർക്കും വേണ്ടത്. ജെന്യൂൻ ആയിട്ടുള്ള, അതായത് നമ്മള് സത്യസന്ധമായിട്ട് ബിസിനസ് ചെയ്താല് അതില് വിജയം ഉറപ്പാണ്. ഉറപ്പാണത്. തീർച്ചയായിട്ടും അതിന് സമയം എടുക്കും, ചിലപ്പോ സമയം എടുക്കും. നമ്മളിപ്പോ 10 ദിവസം കൊണ്ട് നേടുന്നത് ഒരു 100 ദിവസം എടുക്കുമായിരിക്കും, പക്ഷെ അത് നിലനിൽക്കും. അതിനൊരു അടിത്തറ ഉണ്ടാവും, തീർച്ചയായിട്ടും. എന്തായാലും താങ്ക് യു. എന്തായാലും നമുക്ക് ഈ ഇന്റർവ്യൂ വൈൻഡപ്പ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് നമ്മൾ കലാകാരിയുടെ ഒരു പാട്ട് കൂടി കേട്ടിട്ട് വൈൻഡപ്പ് ചെയ്യാം. രണ്ടുപേരും പാടിയാ പോരെ? ഞാൻ ആക്ച്വലി ഒരു ലാസ്റ്റ് ഒരു പ്രയർ സോങ് ആണ് പഠിച്ചത്, അപ്പൊ അത് പാടാം. വിശ്വം കാക്കുന്ന നാഥ വിശ്വേകനായക ആത്മാവിലെരിയുന്ന തീയണയ്ക്കൂ എന്നാത്മധൈര്യം നിറയ്ക്കൂ ആത്മചൈതന്യം നിറയ്ക്കൂ. പറഞ്ഞിട്ടുണ്ടെങ്കിൽ പഠിച്ചിട്ട് ഇനിയൊരു ഇരിപ്പിരിക്കാം, പാട്ടും ബോളൊക്കെ ആയിട്ട്. അന്ന് ഞാൻ കുറെ അച്ചാറൊക്കെ ഓർഡർ നിങ്ങൾ ഓർഡർ ചെയ്യണ്ട, ഞാൻ കൊടുത്തു വിടാം. എനിക്കറിയാം. ഒരുപാട് സന്തോഷം നമ്മുടെ ഷോയിൽ വന്നതിനും. ഇതുപോലെ ഇൻഫർമേഷൻ ആളുകൾക്ക് ഉപകാരപ്രദമാവുന്ന ഈ സർവീസ് എപ്പോഴും എല്ലാവർക്കും എത്തട്ടെ. തൃശ്ശൂർ മാത്രം ലോകം മൊത്തം എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു.